അടുത്തതായി ഉപഹാരം സ്വീകരിക്കുവാൻ ഷേർലി ടീച്ചറെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഉപഹാരം നൽകുവാനായി സിൻഡോ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവരും കൈയടിക്കുക. ടീച്ചറെ, ഞങ്ങൾക്കായി 2 വാക്ക്. എല്ലാവർക്കും നമസ്കാരം. ശക്തമായ കാറ്റുണ്ട്, മഴയുണ്ട്, ഇടിമിന്നലുണ്ട്, വലിയ ഇടിമുഴക്കങ്ങളുണ്ട്. ബിപിൻ ദാസിൻ്റെ കോള് വന്നപ്പോൾ ടീച്ചർ അവിടെ ഉണ്ടാകുമോ? ഞാൻ പറഞ്ഞു ഒരു ഫങ്ഷനുണ്ട്, 2 മണിക്ക് ശേഷം ഉണ്ടാകും, പക്ഷേ 5:30 എനിക്ക് കൊന്തയ്ക്ക് പോകണം. ബിൻദാസ് പിന്നീട് വിളിച്ചു. അപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ പ്രകൃതി കോപിച്ചിരിക്കുന്ന സമയം. എവിടെ എത്തി? ടോളിൻ്റെ അവിടെ എത്തി. ദൈവമേ, ഈ ഇടിമിന്നലുള്ളപ്പോൾ ഇവർക്ക് വല്ല കുഴപ്പവും സംഭവിക്കാവോ? നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നതൊക്കെ അങ്ങനെയാണല്ലോ. ലക്ഷക്കണക്കിന് വോൾട്ടേജ് വരും. വളരെ ശ്രദ്ധയോടെ സേഫായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ക്ഷണം സ്വീകരിച്ചിരിക്കുന്നു, കുഴപ്പമില്ല, ഞാൻ വന്നോളാം. ഞങ്ങൾ വരികയാണ്. അപ്പോൾ ടീച്ചർ 5:30 ശേഷമല്ലേ കൊന്തയ്ക്ക് പോവുള്ളൂ? അതെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കൊന്തയ്ക്ക് പോകുന്നില്ല. ഇടിമിന്നൽ പേടിച്ചിട്ട് കൊന്ത തന്നെ ക്യാൻസൽ ചെയ്തിട്ട് അകത്തിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രകാശത്തേക്കാൾ വേഗത്തിലാണ് ഒരു കാറ് മുറ്റത്ത് വന്ന് നിന്നത്. അകത്തിരിക്കുന്ന ഞാൻ വേഗം ഓടിച്ചെന്നപ്പോൾ അതിൽ നിന്ന് വലിയ വലിയ ഉൽപ്പന്നങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. വലിയൊരു വർക്ക്ഷോപ്പുണ്ട്, വിനോദത്തിന് കേബിൾ TV ഉണ്ട്, VIT ഉദ്യോഗസ്ഥനുണ്ട്. എല്ലാവരുടെയും സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് റഡാറുമായി വിപിൻ ദാസ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. ദൈവമേ, കയറി വാ മക്കളെ. ഇനി എന്താണ് എനിക്ക് വേണ്ടത്? ജീവിതത്തിൽ ടീച്ചറെ എന്നുള്ള ആ ഒരു വിളി, അതുതന്നെയാണ് ഒരു അധ്യാപകൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളത്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് ശബ്ദങ്ങൾ നാം കേട്ടിട്ടുണ്ട്. മരണം വരെ ഈ ടീച്ചറെ എന്നുള്ളൊരു വിളി കേൾക്കാൻ അനുവദിച്ച ദൈവത്തിന് നന്ദി പറയാം. ഈ വിളി ഒരു ശബ്ദമാണ്. ഈ ശബ്ദം ഊർജമാണ്. അത് നശിപ്പിക്കുവാൻ ആർക്കും സാധിക്കാത്തതുമാണ്. ഒരുപാട് നന്ദിയുണ്ട്. ഈ മോശമായ കാലാവസ്ഥയിലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അതിനേക്കാൾ വലുതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ അധ്യാപകർ എന്ന് തെളിയിച്ചുകൊണ്ടാണ് 2000 ബാച്ചിലെ പുലിക്കുട്ടികൾ കാറിൽ വന്നിറങ്ങിയത്. ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളെ പഠിപ്പിക്കാൻ സാധിച്ചതിൽ തീർച്ചയായിട്ടും അഭിമാനമുണ്ട്. ഇനി നിങ്ങളോടൊന്നും അങ്ങോട്ട് പറഞ്ഞ് ഉപദേശിക്കേണ്ടതില്ല. എന്നിരുന്നാലും സ്റ്റീഫൻ ഹോക്കിൻസിൻ്റെ അദ്ദേഹം എഴുതിയ ആ പുസ്തകത്തിൽ ജീവചരിത്രത്തിലെ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം ജനങ്ങൾ അറിയുവാൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്ന 3 കാര്യങ്ങളുണ്ട്. 1, ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞനാവുക. 2, ജനകീയ ശാസ്ത്ര സാഹിത്യകാരനാവുക. 3, സാധാരണ മനുഷ്യനാവുക. ഞാൻ നോക്കുമ്പോൾ ഈ 3 കാര്യങ്ങളും നേടിക്കഴിഞ്ഞ ഒരു ബാച്ചാണ് 2000 ബാച്ച്. ശരിക്കും പറഞ്ഞാൽ 25 വർഷം എന്ന് പറയുന്നത് ഒരു യുവാവിൻ്റെ ഏജാണ്. അപ്പോൾ ശരിക്കും ഒരു യുവത്വത്തിലാണ് നിങ്ങൾ.
ഇതിനിടയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. കാരുണ്യ പ്രവർത്തികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഒരു നല്ല മനുഷ്യനായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ ഈ ബാച്ചിലെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്നേഹാദരത്തിന് ക്ഷണിച്ചതിന് നന്ദിയും അഭിനന്ദനങ്ങളും ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ടീച്ചർക്കൊരു നിറഞ്ഞ കയ്യടി. വളരെ കാവ്യാത്മകമായി നമ്മളോട് സംസാരിച്ച ഷേർ ടീച്ചർക്ക് നന്ദി പറയുന്നു.